ഏത് സാഹചര്യങ്ങളിലാണോ നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളും സമയങ്ങളുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും കൂടുതലായിട്ട് അനുവദിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലരുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോ രോഗങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലും താങ്ങാനാകാത്ത വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ കർത്താവിനെ വിളിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനങ്ങൾ വരുമ്പോൾ അവർ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയും ആത്മീയതയെല്ലാം തണുത്തു പോകും. എല്ലാം നന്നായിട്ട് പോകുമ്പോൾ കർത്താവിനോട് അടുക്കില്ല, കർത്താവിനോടുള്ള സ്നേഹവും പോകും. മാത്രമല്ല ആത്മീയ കാര്യങ്ങളൊക്കെ ഒരു മന്ദീഭവിച്ച മട്ടിലായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ, കർത്താവിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കർത്താവിന് നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ അനുവദിക്കും. അങ്ങനെ സഹനങ്ങൾ തന്നുകൊണ്ടാണ് ദൈവിക പദ്ധതികൾ എന്താണെന്ന്, ദൈവിക ചട്ടങ്ങൾ എന്താണെന്ന് നിന്നെ കർത്താവ് പഠിപ്പിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 71 ഇതൊന്ന് വായിച്ചു നോക്കുക. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദുരിതം അനുവദിച്ചുകൊണ്ട് കർത്താവ് സങ്കീർത്തകനെ കർത്താവിലേക്ക് അടുപ്പിച്ചു. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ദുരിതങ്ങൾ അനുവദിക്കുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ കർത്താവിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം അവരെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവത്തോട് എപ്പോഴും അവർ ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും. ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അങ്ങനെയുള്ള സമയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുവദിക്കും. കാരണം ദൈവത്തിന് ഒന്ന് മാത്രം മതി. അതെന്താണ്? ദൈവത്തിന് നമ്മളെ വേണം. നമ്മൾ എന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 73 സങ്കീർത്തനത്തിന്റെ 28 വചനം പറയാണ്, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ലോകത്തോടും ലോകത്തിലുള്ള മനുഷ്യരോടും എന്നാണോ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദം നീ കണ്ടെത്തുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ദൈവം നിന്റെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ അനുവദിക്കും. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ളതല്ല, അതിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിലായിരിക്കണം നിന്റെ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു ജ്ഞാനത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ആശീർവാദം സ്വീകരിക്കാം.